എല്ലാവർക്കും ഒരു സംശയമാണ് ഈ ബയോപ്സി എടുത്താൽ ക്യാൻസർ സ്പ്രെഡ് ആവും എന്നുള്ളത്. അങ്ങനെ ഒരിക്കലുമില്ല. നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ ബയോപ്സി എടുക്കില്ല. ഫോർ എക്സാമ്പിൾ, അണ്ടാശയത്തിലെ മുഴകൾ ക്യാൻസർ ആവാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ബയോപ്സി എടുക്കാതെ ഡയറക്റ്റ് ഓപ്പറേഷനാണ്. കാരണം അഥവാ ബയോപ്സി എടുത്താൽ ഈ അണ്ടാശയത്തിലെ മുഴയിൽ നിന്ന് കുറച്ച് ട്യൂമർ സെൽസ് വയറിന്റെ ബാക്കി ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാനുള്ള, ഈ മുഴ പൊട്ടിയിട്ട് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അണ്ടാശയത്തിൽ മാത്രം ഉണ്ടായിരുന്ന മുഴ അതിന്റെ ഓപ്പറേഷൻ കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ പിന്നീട് കീമോതെറാപ്പി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ള മുഴകളിൽ നമ്മൾ ബയോപ്സി എടുക്കാറില്ല. ചിലപ്പോൾ ഈ കിഡ്നി ക്യാൻസറിൽ നമ്മൾ ബയോപ്സി എടുക്കില്ല. അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയൊരു സ്പ്രെഡിന്റെ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ ബയോപ്സിയിൽ ട്യൂമർ അല്ല എന്ന് പറഞ്ഞാൽ പോലും കിഡ്നി ക്യാൻസർ ട്യൂമർ ആവാനുള്ള സാധ്യത ഉണ്ട്, സ്പെഷ്യലി ഈ യങ് ആളുകളിൽ. അപ്പം ചില സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ കിഡ്നി ക്യാൻസറിൽ ബയോപ്സി എടുക്കുള്ളൂ. അങ്ങനെയാണ് സാധാരണ. അല്ലാണ്ട് ബയോപ്സി എടുത്തത് കൊണ്ട് ഒരിക്കലും സ്പ്രെഡ് ആവാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരു പേഷ്യന്റ് 1-2 പേഷ്യൻസിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ആ മുഴ ഡോക്ടർ ബയോപ്സി എടുത്തപ്പോഴാണ് ക്യാൻസർ ആയതെന്ന്. സത്യത്തിൽ ഡോക്ടർ ബയോപ്സി എടുത്തപ്പോഴാണ് അത് ക്യാൻസർ ആണെന്ന് മനസ്സിലായത് എന്നായിരുന്നു അവർ പറയേണ്ടിയിരുന്നത്. അതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം.